ഇന്ന് നമ്മൾ ആധികാര്യം കേട്ടിട്ടില്ലാത്ത ഒരു സ്ഥലത്തിനെ പറ്റിയാണ് പറയുന്നത്. ജെയ്റ്റ് എന്നാണ് അതിന്റെ പേര്. കാളിയ നാഗത്തിന്റെ അത്ഭുതമായിട്ടുള്ള ഒരു വിഗ്രഹമുള്ള ഒരു സ്ഥലമാണിത്. ഈ ഒരു സ്ഥലത്തിന്റെ കഥ ഞങ്ങളുടെ ടൂർ കോർഡിനേറ്റർ ആയിട്ടുള്ള ജയൻ തിരുമേനി പറയുന്നത് കേൾക്കാം. അതായത് കാളിയമർദ്ദന കഥ പ്രസിദ്ധമാണ്. കഥ പറഞ്ഞുതരാം. കാളിയമർദ്ദന കഥ വളരെ പ്രസിദ്ധമാണ്. ഭാഗവതത്തെ ആസ്പദമാക്കിയിട്ടല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇപ്പൊ പറയുന്നത്. ശ്രീമദ് ഭാഗവത പ്രകാരം ഭഗവാൻ കാളിയനെ അനുഗ്രഹിച്ചു. നിഗ്രഹിച്ചിട്ടില്ല, കാളിയനെ കൊന്നിട്ടൊന്നുമില്ല, കാളിയനെ അനുഗ്രഹിക്കുകയായിരുന്നു. കാളിയനെ അനുഗ്രഹിച്ചിട്ട് അദ്ദേഹത്തിന്റെ പൂർവ്വസ്ഥാനം രമണക ദ്വീപാണ്. ആ രമണക ദ്വീപിലേക്ക് പൊക്കോളാനായിട്ട് പറഞ്ഞു. കാളിയ മർദ്ദൻ ഘാട്ടിൽ നമ്മൾ അന്ന് പോയിട്ടുണ്ട് അല്ലെ? ആ കദംബവൃക്ഷം ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അവിടെ വെച്ച് നാഗപത്നിമാര് ഭജിക്കുന്നുണ്ട് ഭഗവാനെ. ഈ നാഗപത്നിമാര് അവരുടെ സ്തുതിയിലൂടെ പറയണമെന്ന് വെച്ചാൽ ഇത് സത്യത്തിൽ ഒരു ശിക്ഷയായിരുന്നില്ല, പിന്നെന്താ, ഇത് അനുഗ്രഹം തന്നെയായിരുന്നു എന്നാണ്. നല്ലൊരു അനുഗ്രഹം തന്നെയാണ്. അപ്പൊ ഞങ്ങളെ ഭർത്താവായിരിക്കുന്ന കാളിയന്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന അഹന്തയെ പൂർണ്ണമായിട്ടും അവിടുന്ന് ഇല്ലാതാക്കി തീർത്തിരിക്കുകയാണ്. ഭഗവാൻ കാളിയനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, പോയിക്കോളൂ, രമണന്റെ ദ്വീപിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞു. പക്ഷെ പോകുന്ന വഴിക്ക് തിരിഞ്ഞു നോക്കരുത്, തിരിഞ്ഞു നോക്കാതെ ഓർന്നു. പക്ഷെ കാളിയന്റെ മനസ്സങ്ങനെ അനുവദിച്ചില്ല. അദ്ദേഹത്തിന് ഈ വൃന്ദാവനം വിട്ടു പോകാനുള്ള ആ ഒരു മനസ്സൊന്നുമില്ല. അങ്ങനെ പോകുന്ന വഴിക്ക് ഇവിടെ എത്തിയ സമയത്ത് അദ്ദേഹം ഒന്ന് തിരിഞ്ഞു നോക്കി. അതാണ് തിരിഞ്ഞു നോക്കിയ ഭാവം. വൃന്ദാവനത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കിയതോട് കൂടിയിട്ട് ഒരു ശിലയായിട്ട് മാറി. ശാസ്ത്രകാരന്മാര് ഇതിന്റെ അറ്റം കണ്ടുപിടിക്കാൻ നോക്കിയിട്ട് ഇന്നവരെ പറ്റിയിട്ടില്ല. ഈ ഒരു ശിലയുടെ അടിഭാഗം ഇങ്ങനെ നീണ്ട് അനിശ്ചിതമായിട്ട് ഇങ്ങനെ പോവുകയാണ്. ഇതുവരെ അത് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഏതായാലും കാളിയനെ അനുഗ്രഹിച്ചതായിരിക്കുന്ന ആ ഭഗവാൻ നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന അഹങ്കാരത്തെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കി തീർത്ത് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കട്ടെ എന്ന് സർവേശ്വരനോട് നമുക്ക് പ്രാർത്ഥിക്കാം. രാധേശ്വരം.